അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നിങ്ങൾ ഒരുപാട് പേര് കുറെ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, 100 രൂപയ്ക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നത്. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. എന്റെ ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ റീച്ചിന് വേണ്ടി കളിക്കുന്ന ഒരു നാടകമാണോ? അതെയോ പൊട്ടും കളിക്കരുത് കേട്ടോ. ആളെവിടെ? ആള് നാട് വിട്ടോ? ആള് വേറെ പെണ്ണ് കെട്ടിയോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. അത് മൈൻഡ് ആക്കിയിരുന്നാ മതി അല്ലേ? ഞാൻ ആരെയും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഈ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഞാനത് അനൗൺസ് ചെയ്യുന്നു. 20 വർഷം ആവുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ആശ്വാസമായി. തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഇത് ഓപ്പൺ ആയിട്ട് പറയണം, അതിനുശേഷം നിങ്ങളുടെ അന്ത്യചർച്ചകൾക്ക് ഞാനൊരു കാരണമായി തീരാനും വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. സ്വാഭാവികമായിട്ടും നിങ്ങളെ പോലുള്ള ഒരാൾ നിങ്ങളുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എടുത്തിടുമ്പോൾ അത് ഇവിടുത്തെ റിയാക്ഷൻ വ്ളോഗേഴ്സ് വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ കുറിച്ച് കുറ്റം പറയാനോ മക്കളുടെ വാപ്പാനെ കുറിച്ച് കുറ്റം പറയാനോ ഈ കാണുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ അവകാശം. മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. ആളെ കുറിച്ച് ഈ ഭൂമിയിൽ കുറ്റം പറയാൻ അവകാശമുള്ള ഒരേ ഒരാള് ഞാൻ മാത്രമായിരിക്കും. ഈ പറയുന്ന ആൾക്കാർ കൂടെ ജീവിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഇടപഴകുകയോ ചെയ്യാത്തടത്തോളം കാലം അവരെ കുറ്റം പറയാനും അതേപോലെ എന്നെ കുറ്റം പറയാനും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെ കുറ്റം പറയാനും ഒന്നും ആർക്കും അവകാശമില്ല. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. നിങ്ങളുടെ കുടുംബകാര്യം ഇവിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ടെങ്കിൽ അതിന്റെ മൂലകാരണം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ദയവേത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതിരിക്കാൻ നിങ്ങൾ ഹെൽപ്പ്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു വഴിക്കാക്കി തരാം, താൻ ധൈര്യമായിട്ട് പൊക്കും. എന്താന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും നിങ്ങൾ ജനങ്ങള് ക്രിട്ടിസൈസ് ചെയ്യും, ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു സംഭവമാണ്. എങ്ങനെയാണെങ്കിലും ജീവിക്കാൻ വിടാത്ത കുറെ ആൾക്കാരുണ്ട്. ഇനിയെങ്കിലും വീഡിയോകൾക്ക് ഇത്തരം തമ്മിലുകൾ കൊടുക്കുന്നത് ഭർത്താവിനെ കുറിച്ച് അവസരം കിട്ടുമ്പോഴെല്ലാം കോർണർ ചെയ്ത് സംസാരിക്കുന്നൊക്കെ നിർത്തി കഴിഞ്ഞാണെങ്കിൽ ഇത് താനേ നിന്നോളൂ. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാ കാര്യങ്ങളുടെ പോക്ക്.